ക്രൗൺ ഊരിപ്പോകാനുള്ള കാരണങ്ങൾ എന്താണ്? ക്രൗൺ എന്ന് പറയുന്നത് സാധാരണ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഒരു പല്ല് ഉറപ്പായിട്ട് വയ്ക്കുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പല്ലിന് വയ്ക്കുന്ന ക്യാപ്പ് അല്ലെങ്കിൽ ക്രൗൺ മുതലായ സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ചിലർ പറയും ഇത് ഇടയ്ക്കിടയ്ക്ക് ഊരിപ്പോരുകയാണ് ഡോക്ടർ, എന്തുകൊണ്ടാണ് ഇത് ഊരിപ്പോരുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ക്രൗൺ ഊരിപ്പോരാനുള്ള സാധ്യതകൾ എന്താണ്? ഒന്ന്, നിങ്ങൾ എന്തെങ്കിലും സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ വളരെ കാലം ഇരുന്ന ക്രൗണൊക്കെ പലപ്പോഴും നല്ല സ്റ്റിക്കി ആയിട്ട് നമ്മൾ ചക്ക വരട്ടിയുടെയൊക്കെ അടിയിലുള്ള നല്ല തിക്കായിട്ടുള്ള സാധനമില്ല, അല്ലെങ്കിൽ എക്കളേഴ്സിനകത്ത് ഭയങ്കര കട്ടിയായിട്ടുള്ള സാധനം ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ള സാധനം എടുത്തിട്ട് കടിച്ചിട്ട് ഇങ്ങനെ ഊരി പോരുമ്പോൾ ചില സമയത്ത് അത് ഊരി പോരാറുണ്ട്. അപ്പോൾ അത് പലപ്പോഴും അതിൻ്റെ പശ ലൂസായതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റിക്കി ആയിട്ടുള്ള സാധനം പശയേക്കാൾ സ്ട്രോങ് ആയതുകൊണ്ടൊക്കെ ഊരിപ്പോരാം. അങ്ങനെ വല്ലപ്പോഴും ഒന്ന് ഊരി പോന്നാൽ അത് കുഴപ്പമില്ലാതെ തിരിച്ച് ഡോക്ടറെ എടുക്കാൻ കൊണ്ടുവന്നാൽ അത് സിമെൻറ്റ് ചെയ്ത് തരും. ഇനി മറ്റൊരു കാരണം ഇതിൻ്റെ ഡിസൈനാണെന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിസൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ പല്ല് പിടിപ്പിക്കാനുള്ള ലെങ്ത്ത് അതിനകത്തില്ല, അത് വളരെയധികം കുറഞ്ഞു പോയെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ പിടിച്ചിരിക്കും. അല്ലെങ്കിൽ പാരലലിസമൊക്കെ കറക്റ്റാണെങ്കിൽ എന്ന് പറഞ്ഞാൽ രണ്ട് വശവും ഒരേപോലെ ആണെങ്കിൽ അതിനകത്ത് കൂടുതൽ ഗ്രിപ്പുണ്ടാവും. ആ ഗ്രിപ്പുള്ള സാധനങ്ങൾ ഊരിപ്പോരാൻ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്രിപ്പ് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗ്രിപ്പ് ഉണ്ടാക്കുന്ന നല്ലൊരു ഡോക്ടറെ കൊണ്ട് ഒന്നോടെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഉറപ്പായിട്ടിരിക്കും. ഇനി മറ്റൊരു കാരണം ഈ പല്ലിൻ്റെ റൂട്ട് കനാലൊക്കെ ചെയ്തു, റൂട്ട് കനാൽ ചെയ്തിട്ട് അതിൻ്റെ ടെമ്പററി ഫില്ലിങ് ഇരിപ്പുണ്ടാവും. ആ ടെമ്പററി ഫില്ലിങ് കോർ ബിൽഡപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യണം. എന്ന് പറഞ്ഞാൽ ടെമ്പററി ഫില്ലിങ് മാറ്റിയിട്ട് കോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ കോർ ബിൽഡപ്പ് ചെയ്യാതെ ആ ടെമ്പററിയുടെ പുറത്ത് വെറുതെ ഒരു ക്രൗൺ വെച്ച് കഴിഞ്ഞാൽ ടെമ്പററിയുടെ പുറത്ത് എത്ര നല്ല സിമെൻറ്റ് ഒട്ടിച്ചാലും ടെമ്പററി സിമെൻറ്റ് വളരെ സോഫ്റ്റ് സിമെൻറ്റും ഒട്ടിക്കണ സിമെൻറ്റ് നല്ല സ്ട്രോങ് സിമെൻറ്റും ആണെങ്കിലും ഈ സോഫ്റ്റ് സിമെൻറ്റ് ഊരി പോരാനും അത് ക്രൗൺ ഊരി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പലപ്പോഴും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കോർ ബിൽറ്റപ്പ് ചെയ്തിട്ടുണ്ടോ, കോർ ബിൽറ്റപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ക്രൗൺ വയ്ക്കുമ്പോൾ കോർ ബിൽറ്റപ്പും കൂടെ ചെയ്തിട്ട് വേണം കവറിടാൻ. ഏറ്റവും കുറഞ്ഞ ക്രൗൺ മാത്രം ഒന്ന് ചെയ്താൽ മതി സാറേ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യിക്കരുത്. അത് കൃത്യമായിട്ടുള്ള ഫില്ലിംഗ് ആണോ ചെയ്തതെന്ന് നോക്കിയിട്ട് വേണം അതിനകത്ത് ഇത് ചെയ്യാൻ. ഇതിന് നല്ല ഡോക്ടർമാരാണെങ്കിൽ പറഞ്ഞു തരും ഇതിനകത്തുള്ള ഫില്ലിംഗ് ഒന്ന് മാറ്റിയിട്ട് നല്ല ഫില്ലിംഗ് ചെയ്താലേ ഇതിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു തരും. അതിനൊരു എക്സ്ട്രാ ചിലപ്പോൾ ചാർജ് ചെയ്തിരിക്കും, അതും കൂടെ കൊടുക്കുന്നതാണ് നിങ്ങളുടെ ക്രൗൺ അവിടെ ഉറച്ചിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുമ്പോൾ ഈ ക്രൗണൊക്കെ വിഴുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ക്രൗണിന് നല്ലൊരു ചിലവില്ലേ, അതൊക്കെ വിഴുങ്ങിയാൽ വെറുതെ ഒരു ഭക്ഷണത്തിന് അത്രയും രൂപയൊന്നും നമ്മളാരും മുടക്കാറില്ല, ക്രൗണിൻ്റെ ചിലവൊന്നും നമ്മൾ മുടക്കാറില്ലല്ലോ. അപ്പോൾ ഒരു വെറുതെ ഇത് വിഴുങ്ങിക്കളഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രയോജനമില്ലാതെ ആ ക്രൗണം കൂരിപ്പോവും. അപ്പോൾ അങ്ങനെ വിഴുങ്ങി പോകാതിരിക്കാനൊക്കെ നമ്മുടെ പല്ല് റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോർ ബിൽഡപ്പ് നല്ല സിമെൻറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അതും ഇതിനൊരു കാരണമാണ്. ഇനി ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഒരു ചെക്കപ്പും ക്ലീനിങ്ങോ അല്ലെങ്കിൽ ക്രൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെക്കപ്പും ക്ലീനിങ് നടത്തും. കാരണം ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വല്ല കേടും വരുന്നുണ്ടോ എന്ന് ഒരു ഡോക്ടർ ചെക്ക് ചെയ്താലേ മനസ്സിലാവുള്ളൂ. നമ്മൾ നോക്കിയാൽ കാണില്ല. കാരണം ക്രൗണിൻ്റെ അടിയിൽ കേടുണ്ടോ എന്നൊക്കെ ഒരു ഡോക്ടറിനെ ചെക്ക് ചെയ്ത് അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. കാരണം ഈ വെച്ചിരിക്കുന്ന പല്ല് ക്രൗൺ വെച്ചിരിക്കുന്ന പല്ല് അടിയിൽ നിന്നെങ്ങാനും കേട് വന്ന് ഒടിഞ്ഞു പോയാലും ക്രൗണും പല്ലും കൂടെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ക്രൗണൊക്കെ അങ്ങനെ പോയാലും പോസ്റ്റ് ആൻഡ് കോർ ചികിത്സയൊക്കെ ചെയ്ത് നമുക്ക് ഇതിനെ ശരിയാക്കിയെടുക്കാം. പക്ഷേ അത് വരുന്നുണ്ടോ എന്ന് നോക്കുന്നത് നിങ്ങൾക്ക് പോസ്റ്റ് ആൻഡ് കോറിൻ്റെ ചിലവൊക്കെ വരാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ അങ്ങനെയും ഒരു കാര്യമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഒരു ചെക്കപ്പും ക്ലീനിങ്ങും ഒക്കെ നടത്തുന്നത് ക്രൗൺ അവിടെ നിലനിൽക്കുന്നുണ്ടോ, ഇത് കൂടി പോരാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ അറിയാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പല്ലുകളെ ക്രൗൺ ചെയ്ത പല്ലുകളെ വളരെയധികം കാലം നിലനിൽക്കാൻ സഹായിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പല്ല് ഡോക്ടറെ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാൻ പല്ല് ഡോക്ടർ.